ഇവിടെ ഈ കസാരയിൽ ആരിരുന്നാലും അവര് അടുത്ത സെക്കൻഡിനുള്ളിൽ പൂർണ്ണമായും സ്വർണമായി മാറും. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു പയ്യനും പെണ്ണും ഒരു ഷീൽഡ് തേടി ആ ഗുഹക്കകത്തേക്ക് എത്തുന്നു. എന്നാൽ ആ ഷീൽഡ് ഒരു സ്ത്രീ പ്രതിമയുടെ കയ്യിലാണുള്ളത്. ആ ഷീൽഡ് എടുക്കണമെങ്കിൽ അവരിൽ രണ്ടുപേരിൽ ഒരാൾ ആ കസാരയിൽ ഇരിക്കുക തന്നെ ചെയ്യണം. ഷീൽഡാണ് ഏറ്റവും പ്രധാനം. നീ ഇത് കൊണ്ടുപോയി മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കൂ. ഞാൻ അതിനുവേണ്ടി എന്റെ ജീവൻ പോലും ത്യാഗം ചെയ്യാൻ തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ പയ്യൻ ആ കസാരയിൽ ഇരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇരുന്ന അടുത്ത സെക്കൻഡിനുള്ളിൽ ആ കസാരയ്ക്ക് പിറകിലുള്ള ഗീർ പോലുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. അതോടെ ആ പയ്യന്റെ ശരീരം പതിയെ പതിയെ സ്വർണമായി മാറാൻ തുടങ്ങി. അത് കണ്ട് ആ പെണ്ണിന് സങ്കടപ്പെട്ട് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ഇത് നമുക്ക് വേണ്ട, നീ ഉടനെ ആ കസാരയിൽ നിന്ന് എഴുന്നേക്കൂ എന്ന് അവൾ പറയാൻ ശ്രമിച്ചെങ്കിലും ആ കസാരയിൽ ഒരു പ്രാവശ്യം ഇരുന്നാൽ പിന്നീട് എഴുന്നേൽക്കാൻ സാധിക്കുകയില്ല. അതിനുശേഷം കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ ആ പയ്യൻ പൂർണ്ണമായും സ്വർണമായി മാറി. ആ സ്വർണ്ണ പ്രതിമയുടെ കയ്യിൽ നിന്നും ഷീൽഡ് താഴേക്ക് വീഴുകയും ചെയ്തു. എന്നാൽ ആ പെണ്ണ് അതൊന്നും ശ്രദ്ധിക്ക പോലും ചെയ്യാതെ അവൾ ആ കസാരയുടെ പിറകിൽ ചെന്ന് അതിന്റെ പ്രവർത്തനങ്ങളെ എന്തെങ്കിലും ചെയ്ത് ആ പയ്യനെ പഴയ പോലെ രക്ഷിക്കാൻ കഴിയുമോ എന്ന് ശ്രമിച്ചു നോക്കുന്നു. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അത് അനങ്ങ പോലും ചെയ്യുന്നില്ല. അത് വളരെ ശക്തിയായി തന്നെ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് അവിടേക്ക് മറ്റൊരാൾ വരികയും താഴെ കിടന്നിരുന്ന ഏണി മുകളിലേക്ക് പൊങ്ങാനും തുടങ്ങി. അയാളാണ് അത് ഉണ്ടാക്കിയതെന്നും അയാൾ എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെടാൻ തുടങ്ങി. മാത്രമല്ല തന്റെ സുഹൃത്തിനെ രക്ഷിക്കാതെ താൻ ഇവിടെ നിന്നും പോകുകയില്ലെന്നും അവൾ പറയുകയും ചെയ്തു. അതിനുശേഷം അയാൾ ഓക്കെ എന്ന് പറഞ്ഞ് ഒരു വിസിലിന്റെ ശബ്ദം മുഴക്കി അവിടെ നിന്നും പോകുന്നു. അടുത്ത സെക്കൻഡിനുള്ളിൽ പൂർണ്ണമായും സ്വർണമായി മാറിയ ആ പയ്യൻ ശരീരത്തിൽ നിന്നും സ്വർണം പതിയെ പതിയെ അപ്രത്യക്ഷമാകാൻ തുടങ്ങി. അവൾക്ക് തനിയെ ആ സ്വർണമെടുത്ത് രക്ഷപ്പെടാൻ കഴിയുമെങ്കിലും അവൾ അവന് വേണ്ടി അവിടെ നിൽക്കുകയും ചെയ്തതിനാൽ അവളുടെ നല്ല മനസ്സിന് അയാൾ അവനെ രക്ഷിക്കുകയും ചെയ്തു.